പരിശീലനത്തിൽ പങ്കെടുക്കുന്ന അധ്യാപകരെ സഹായിക്കുന്നതിനായുള്ള കൂൾ എക്സാം ഹെൽപ്പ് വീഡിയോസിലെ 17ാമത് ലക്കത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നാം 6 മൊഡ്യൂളുകളും പഠിച്ചു കഴിഞ്ഞു. പാഠഭാഗങ്ങൾ പഠിച്ചു കഴിഞ്ഞതിന് ശേഷം ഇനി നമുക്ക് കാര്യമായി ചെയ്യാനുള്ളത് മുൻ വർഷത്തെ ചോദ്യങ്ങൾ പരിചയപ്പെടുക എന്നുള്ളതാണ്. അതിനായി ഇന്നു മുതൽ, അതായത് 19/12/2020 മുതൽ 30/12/2020 വരെ എല്ലാ ദിവസവും 9:30 PM കൂൾ എക്സാമുമായി ബന്ധപ്പെട്ട് ഹെൽപ്പ് വീഡിയോസ് പബ്ലിഷ് ചെയ്യുന്നതാണ്. ഇതിലുള്ള ചോദ്യങ്ങൾ പരിശീലിച്ച് ആത്മവിശ്വാസത്തോടെ കൂൾ എക്സാമിന് പങ്കെടുക്കുക. കൂൾ എക്സാമുമായി ബന്ധപ്പെട്ട മുൻ വീഡിയോകൾ ലഭ്യമല്ലാത്തവർ ഡിസ്ക്രിപ്ഷനിലുള്ള ലിങ്കുകൾ ഉപയോഗപ്പെടുത്തുക. ഈ ലക്കത്തിലെ ചോദ്യങ്ങളും ഉത്തരങ്ങളും നമുക്കൊന്ന് പരിചയപ്പെടാം. ഒന്നാമത്തെ ചോദ്യം: ചുവടെ കൊടുത്തിരിക്കുന്നവയിൽ ഏതാണ് ജിയോജിബ്ര സോഫ്റ്റ്വെയർ ഉപയോഗിച്ച് തയ്യാറാക്കിയ ഫയൽ? ഒരു ഫയൽ തിരിച്ചറിയുന്നത് അതിൻ്റെ എക്സ്റ്റൻഷൻ നോക്കിയാണ്. എക്സ്റ്റൻഷൻ എന്നാൽ ഡോട്ടിന് ശേഷം എന്താണ് എന്നതാണ്. ഇവിടെ ജിയോജിബ്ര സോഫ്റ്റ്വെയർ ആണ്. ജിയോജിബ്ര സോഫ്റ്റ്വെയറിലെ എക്സ്റ്റൻഷൻ എന്ന് പറയുന്നത് .ggb ആണ്. അതായത് ഈ ചോദ്യത്തിൻ്റെ ഉത്തരം circle.ggb എന്നാണ്. അടുത്ത ചോദ്യം കൂടി നോക്കിയതിന് ശേഷം നമുക്ക് ഈ 2 ചോദ്യങ്ങളും ഒന്ന് പ്രായോഗികമായി ചെയ്തു നോക്കാം. അടുത്ത ചോദ്യം: ജിയോജിബ്ര സോഫ്റ്റ്വെയറിൽ നിർമ്മിച്ച ഒരു ചതുർഭുജം ആണ് ചിത്രത്തിൽ കാണുന്നത്. ഇതിലെ അടയാളപ്പെടുത്തിയ കോൺ അളക്കുന്നതിന് ആംഗിൾ ടൂൾ ഉപയോഗിച്ച് ഏത് ക്രമത്തിലാണ് ബിന്ദുക്കളെ ക്ലിക്ക് ചെയ്യേണ്ടത്? കോൺ BCD, കോൺ DCB, കോൺ ADC, കോൺ DAB. നമുക്ക് കാണേണ്ടത് ABCD എന്ന് പറയുന്ന ഈ ചതുർഭുജത്തിലെ കോൺ C എത്രയാണെന്നാണ് നമുക്കറിയേണ്ടത്. നാം ജിയോജിബ്ര സോഫ്റ്റ്വെയറിലുള്ള ആംഗിൾ ടൂൾ എടുത്തതിന് ശേഷം DCB എന്ന് കാണിച്ചു നൽകുകയാണ് വേണ്ടത്. ഈ 2 പ്രവർത്തനങ്ങളും എങ്ങനെ ചെയ്യാമെന്ന് നമുക്കൊന്ന് നോക്കാം. അതിനായി ആപ്ലിക്കേഷൻ, എഡ്യൂക്കേഷൻ, ജിയോജിബ്ര തുറന്ന് ഗ്രിഡുകൾ ഒഴിവാക്കുന്നു. അതിനുശേഷം മാക്സിമൈസ് ചെയ്യുന്നു. ചതുർഭുജം വരയ്ക്കുന്നു. ABCD എന്ന് വരയ്ക്കുന്നു. ഇനി നമുക്ക് ആവശ്യം കോൺ C അടയാളപ്പെടുത്തുക എന്നുള്ളതാണ്. കോൺ C ആണ് കാണേണ്ടത്. കോൺ C കാണണമെങ്കിൽ നമ്മൾ എപ്രകാരം രേഖപ്പെടുത്തണം എന്നുള്ളതാണ്. കോൺ C കാണുന്നതിന് DCB എന്ന് രേഖപ്പെടുത്തണം. ഏത് ടൂൾ ഉപയോഗിച്ച്? ആംഗിൾ ടൂൾ ഉപയോഗിച്ച്. ശ്രദ്ധിക്കുക, ആംഗിൾ ടൂൾ, ഇതാണ് ആംഗിൾ ടൂൾ. 1 വേർഡ് ചോദിക്കാറുണ്ട്. ഈ ചിഹ്നം കാണിച്ചതിന് ശേഷം ഇത് ഏത് ടൂളാണ് എന്ന് ചോദിക്കും. ഇത് ആംഗിൾ ടൂളാണ്. ഇവിടെ ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം DCB എന്ന് ക്ലിക്ക് ചെയ്യുക. ഇപ്പോൾ നമുക്ക് നോക്കൂ, കോൺ DCB എന്നത് ഇവിടെ നമുക്ക് ലഭ്യമായി. ആൽഫ എന്ന പേരിലാണ് ലഭ്യമായിരിക്കുന്നത്. 102.25 ആണ് ഈ കോൺ എന്നത്. നമ്മൾ തിരിച്ച് BCD എടുക്കുകയാണെങ്കിൽ എന്താ ഉണ്ടാവുക? ആംഗിൾ എടുക്കുന്നു, ആംഗിൾ ക്ലിക്ക് ചെയ്തു. നമ്മൾ കോൺ C അളക്കുന്നതിന് ഇങ്ങനെ അളന്നു വിചാരിക്കുക. BCD അളന്നു കഴിഞ്ഞാൽ എന്താ ഉണ്ടാവുക? അതിന് പുറമേയുള്ള ബാഹ്യ കോണാണ് നമുക്ക് ലഭിക്കുക. ഇവിടെ ലഭിക്കുന്ന ബാഹ്യ കോണാണ് നമുക്ക് ലഭിക്കുക. നമുക്കതല്ല വേണ്ടത്. കോൺ C എന്ന് പറയുന്നത് കാണാൻ വേണ്ടി നാം അളക്കേണ്ടത് DCB ആണ്. അത് ത്രികോണമാണെങ്കിലും വേണ്ടില്ല, അതുപോലെ തന്നെ ചതുർഭുജമാണെങ്കിലും വേണ്ടില്ല. നമ്മൾ അളക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കണം, DCB എന്ന ക്രമത്തിലായിരിക്കണം. അതായത് ഈ ക്രമത്തിലായിരിക്കണം നമ്മൾ എന്ത് ചെയ്തിരിക്കുന്നത്? അടയാളപ്പെടുത്തേണ്ടത്. അതുപോലെ തന്നെ നമുക്ക് കോൺ A അളക്കണമെന്ന് വിചാരിക്കുക. കോൺ A അളക്കുന്നതിന് നാം എപ്രകാരമാണ് മാർക്ക് ചെയ്യേണ്ടത്? ആംഗിൾ ടൂൾ എടുത്തതിന് ശേഷം BAD എന്നാണ് മാർക്ക് ചെയ്യേണ്ടത്. BAD എന്നാണ്, അല്ലാതെ DAB എന്നല്ല. അപ്പോൾ ഇത്തരത്തിൽ ആണ് നാം എന്തു ചെയ്യുന്നത്? ഇതിനെ
കോണുകൾ അളക്കാൻ വേണ്ടി നാം ഉപയോഗപ്പെടുത്തുന്നത്. അതുപോലെ തന്നെ ഈ ചിത്രം ഒന്ന് സേവ് ചെയ്യുക. നമ്മുടെ ഒന്നാമത്തെ ചോദ്യത്തിൽ പറഞ്ഞിരുന്ന പോലെ ചിത്രം സേവ് ചെയ്യുമ്പോൾ ഏത് എക്സ്റ്റൻഷനിലാണ് വരിക എന്ന് നമുക്ക് നോക്കാം. അതിനായി ചിത്രം സേവ് ചെയ്യുന്നു. ഫയലിൽ സേവ് ക്ലിക്ക് ചെയ്യുന്നു. ഒരു പേര് ഞാൻ കൊടുക്കുന്നു. Geo1 എന്ന പേര് നൽകുന്നു. അതിനുശേഷം ഡെസ്ക്ടോപ്പിൽ അതിനെ സേവ് ചെയ്യുന്നു. ഇനി നോക്കൂ, അത് സേവ് ചെയ്ത ഫയൽ കണ്ടല്ലോ, geo1.ggb എന്നാണല്ലോ. അപ്പോൾ ജിയോജിബ്രയിൽ സേവ് ചെയ്യുന്ന ഏതൊരു ഫയലിൻ്റെയും എക്സ്റ്റൻഷൻ .ggb ആണ് എന്നതും ശ്രദ്ധിക്കുക. അടുത്ത ചോദ്യം, ചുവടെ നൽകിയ സോഫ്റ്റ്വെയറുകൾ ഏത് വിഭാഗത്തിൽ പെടുന്നു? ലിബർ ഓഫീസ് ഇംപ്രസ്, ആപ്പിൾ കീനോട്ട്, പ്രസി, മൈക്രോസോഫ്റ്റ് പവർ പോയിന്റ്. ഓപ്ഷൻസ്: കാൽക്ക്, ലിബർ ഓഫീസ് ഡ്രോ, ലിബർ ഓഫീസ് ഇംപ്രസ്, ലിബർ ഓഫീസ് റൈറ്റർ. ഉത്തരം ലിബർ ഓഫീസ് ഇംപ്രസ്. അതായത് സ്ലൈഡുകൾ തയ്യാറാക്കുന്നതിന് ഉപയോഗിക്കാവുന്ന സോഫ്റ്റ്വെയറുകളാണ് ലിബർ ഓഫീസ് ഇംപ്രസ്, ആപ്പിൾ കീനോട്ട്, പ്രസി, മൈക്രോസോഫ്റ്റ് പവർ പോയിന്റ് എന്നിവ. അപ്പോൾ സാധാരണ ചോദിക്കാറുണ്ട്, അതിൽ ലിബർ ഓഫീസ് ഇംപ്രസ് സാധാരണ ഉണ്ടാവില്ല, പകരം മറ്റേതെങ്കിലും സോഫ്റ്റ്വെയർ തരും, എന്നിട്ട് ഇതിൽ നിന്നും ഉൾപ്പെടാത്തത് ഏത് എന്ന് ചോദിക്കും. അപ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ആപ്പിൾ കീനോട്ട്, പ്രസി, മൈക്രോസോഫ്റ്റ് പവർ പോയിന്റ് എന്നിവ ലിബർ ഓഫീസ് ഇംപ്രസുമായി ബന്ധപ്പെട്ടതാണ്. അപ്പോൾ ലിബർ ഓഫീസ് ഇംപ്രസ്, ആപ്പിൾ കീനോട്ട്, പ്രസി, മൈക്രോസോഫ്റ്റ് പവർ പോയിന്റ് ഇവയെല്ലാം തന്നെ സ്ലൈഡുകൾ തയ്യാറാക്കുന്നതിനുള്ള സോഫ്റ്റ്വെയറുകളാണ്. അടുത്ത ചോദ്യം, താഴെ കൊടുത്തിരിക്കുന്നവയിൽ നിന്ന് ലിബർ ഓഫീസ് ഇംപ്രസിൽ തയ്യാറാക്കിയ ഒരു പ്രസൻറ്റേഷൻ ഫയൽ തിരഞ്ഞെടുക്കുക എന്നാണ്. ശ്രദ്ധിക്കുക, ലിബർ ഓഫീസ് ഇംപ്രസിൽ നാം ഒരു സ്ലൈഡുകൾ തയ്യാറാക്കിയാൽ ആ ഫയൽ സേവ് ചെയ്യുമ്പോൾ അതിന് എക്സ്റ്റൻഷൻ ഏതായിരിക്കുമെന്നാണ്. ഉദാഹരണത്തിന് സർക്കിളുമായി ബന്ധപ്പെട്ടൊരു പ്രസൻറ്റേഷൻ തയ്യാറാക്കുന്നു, അത് സേവ് ചെയ്തപ്പോൾ ഏത് എക്സ്റ്റൻഷനിലാവും സേവ് ചെയ്തിട്ടുണ്ടാവുക എന്നതാണ്. circle.odp, circle.odt, circle.ods, circle.ott. ഉത്തരം circle.odp. പ്രസൻറ്റേഷൻ ഫയലുകളാണ് .odp എന്ന് പറയുന്ന എക്സ്റ്റൻഷനിലായിരിക്കും അവ സേവ് ആയിട്ടുണ്ടാവുക. അടുത്ത ചോദ്യം, താഴെ കൊടുത്തിരിക്കുന്നവയിൽ നിന്ന് ലിബർ ഓഫീസ് കാൽക്കിൽ തയ്യാറാക്കിയ ഒരു കാൽക്ക് ഫയൽ തിരഞ്ഞെടുക്കുക. നേരത്തെ പറഞ്ഞ ചോദ്യം പോലെ തന്നെ കാൽക്ക് തയ്യാറാക്കുന്ന ഒരു ഫയൽ നാം സേവ് ചെയ്തു കഴിഞ്ഞാൽ അതിൻ്റെ എക്സ്റ്റൻഷൻ താഴെ പറയുന്നതിൽ ഏതാണ്? .odp, .odt, .ods, .ott. ഉത്തരം circle.ods. ഒരു കാൽക്ക് ഫയലിൻ്റെ എക്സ്റ്റൻഷൻ .ods ആണ്. ഓർത്തു വയ്ക്കുക, ഇതിൽ ഏതെങ്കിലും ഒരു എക്സ്റ്റൻഷനുമായുള്ള ചോദ്യം പരീക്ഷയ്ക്ക് നിർബന്ധമായി ഉണ്ടാകും. അടുത്ത ചോദ്യം, താഴെ കൊടുത്തിരിക്കുന്നവയിൽ നിന്ന് ലിബർ ഓഫീസ് റൈറ്ററിൽ തയ്യാറാക്കിയ ഒരു റൈറ്റർ ഫയൽ തിരഞ്ഞെടുക്കുക. circle.odp, circle.odt, circle.ods, circle.aup. റൈറ്റർ ഫയൽ ആണെങ്കിൽ circle.odt ആയിരിക്കും. അപ്പോൾ ലിബർ ഓഫീസ് റൈറ്ററിൽ തയ്യാറാക്കുന്ന ഒരു ഫയലിൻ്റെ എക്സ്റ്റൻഷൻ .odt ആണ്. അപ്പോൾ നമ്മൾ 3 പ്രധാനമായി പറഞ്ഞു. .odp എന്നത് പ്രസൻറ്റേഷൻ ഫയലാണ്, .odt എന്നത് റൈറ്റർ ഫയലാണ്, .ods എന്നത് കാൽക്ക് ഫയലാണ്. ഇതുമായി ബന്ധപ്പെട്ട ചോദ്യം ഉണ്ടാവാം. മറ്റൊന്ന് .aup എന്നാണ്. ഇതേതാണ്? circle.aup എന്ന എക്സ്റ്റൻഷൻ വരുന്നത് ഏതായിരിക്കും? .aup എന്നത് നമ്മുടെ സൗണ്ട് ഒഡാസിറ്റിയുമായി ബന്ധപ്പെട്ടുള്ള എക്സ്റ്റൻഷൻ ആയിരിക്കും. സൗണ്ട് റെക്കോർഡിംഗ് എക്സ്റ്റൻഷനാണ് .aup എന്നത്. അടുത്ത ചോദ്യം, ഈ പ്രാവശ്യത്തെ പ്രാക്ടിക്കൽ ഉൾപ്പെടുത്തിയിരിക്കുന്ന ജിയോജിബ്ര സോഫ്റ്റ്വെയറുമായി ബന്ധപ്പെട്ടാണ്. ജിയോജിബ്ര സോഫ്റ്റ്വെയർ തുറന്ന് ഒരു വൃത്തം വരച്ച് അതിൽ തന്നിരിക്കുന്ന ബിന്ദുക്കൾ അടയാളപ്പെടുത്തുക. ഒരു പ്രാക്ടിക്കൽ ചോദ്യത്തിന് അതിൻ്റെ സ്റ്റെപ്പുകൾ തന്നിട്ടുണ്ടായിരിക്കും. ഇന്ന സ്റ്റെപ്പ് പ്രകാരമാണ് ആ ഉത്തരത്തിലേക്ക് എത്തേണ്ടത് എന്നതിൽ കാണിച്ചിട്ടുണ്ടായിരിക്കും. അതാണ് സൂചന എന്ന് പറയുന്നത്. ഇവിടെ സൂചന ഏതൊക്കെയാണെന്ന് നോക്കാം. ആദ്യം നിങ്ങൾ ചെയ്യേണ്ടത് ജിയോജിബ്ര സോഫ്റ്റ്വെയർ തുറന്ന് ഒരു വൃത്തം വരച്ച് അതിൽ തന്നിരിക്കുന്ന ബിന്ദുക്കൾ അടയാളപ്പെടുത്തുകയാണ്. രണ്ടാമത് ചിത്രത്തിലേതുപോലെ ബിന്ദുക്കൾ കൂട്ടിയോജിപ്പിച്ച് വരകൾ വരയ്ക്കുക. കേന്ദ്രത്തിലെ കോൺ കണക്കാക്കുക. അതുപോലെ കോൺ
BDC കണക്കാക്കുക. ഇത്രയും ചെയ്തതിന് ശേഷം ജിയോജിബ്ര സോഫ്റ്റ്വെയർ ചെയ്ത ഈ പ്രവർത്തനം രജിസ്റ്റർ നമ്പർ അണ്ടർസ്കോർ ആംഗിൾ എന്ന പേരിൽ ഹോമിലുള്ള നിങ്ങളുടെ ഫോൾഡറിൽ സേവ് ചെയ്യുക. നിങ്ങളുടെ ഫോൾഡർ എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ രജിസ്റ്റർ നമ്പർ അണ്ടർസ്കോർ ആയിട്ടുള്ള ഒരു ഫോൾഡർ നിങ്ങളുടെ ഹോമിൽ ഉണ്ടായിട്ടുണ്ടാവും. ഹോമിലുള്ള ആ ഫോൾഡറിലേക്ക് ആണ് ഇത് സേവ് ചെയ്യേണ്ടത്. ഈ പ്രവർത്തനം എങ്ങനെ ചെയ്യാമെന്ന് നമുക്കൊന്ന് നോക്കാം. ഒന്നാമതായി ചെയ്യേണ്ടത് ജിയോജിബ്ര സോഫ്റ്റ്വെയർ തുറന്ന് ഒരു വൃത്തം വരച്ച് അതിൽ തന്നിരിക്കുന്ന ബിന്ദുക്കൾ അടയാളപ്പെടുത്തുക എന്നുള്ളതാണ്. അതിനായി ആദ്യം സോഫ്റ്റ്വെയർ തുറക്കുക, ആപ്ലിക്കേഷൻ, എഡ്യൂക്കേഷൻ, ജിയോജിബ്ര തുറക്കുക. അതൊന്ന് മാക്സിമൈസ് ചെയ്യുന്നു. അതിനുശേഷം ഗ്രിഡുകളും ആക്സിസുകളും ഒഴിവാക്കുന്നു. റൈറ്റ് ക്ലിക്ക് ചെയ്ത് ഒഴിവാക്കുന്നു. ഇനി നമുക്ക് ഇവിടെ ആ പ്രവർത്തനം ചെയ്യാം. അതിനായി ആദ്യം വേണ്ടത് ജിയോജിബ്ര സോഫ്റ്റ്വെയർ തുറന്ന് ഒരു വൃത്തം വരച്ച് അതിൽ തന്നിരിക്കുന്ന ബിന്ദുക്കൾ അടയാളപ്പെടുത്തുക എന്നുള്ളതാണ്. ഒരു വൃത്തം വരച്ച് ബിന്ദുക്കൾ അടയാളപ്പെടുത്തുക എന്നാണ്. അപ്പോൾ നാം എന്ത് ചെയ്യുന്നു? വൃത്തം വരയ്ക്കണം. ജിയോജിബ്ര സോഫ്റ്റ്വെയർ തുറന്നിരിക്കുന്നു. വൃത്തം വരയ്ക്കാനായി നമ്മൾ സർക്കിൾ വിത്ത് സെൻറ്റർ ത്രൂ പോയിൻ്റ് ക്ലിക്ക് ചെയ്യുന്നു. ഒരു വൃത്തം വരയ്ക്കുന്നു. ABI. ഇനി നമുക്ക് മറ്റ് ബിന്ദുക്കൾ കൂടി ചിത്രത്തിൽ കാണുന്നത് പോലെ അടയാളപ്പെടുത്തണം. അതിനായി ചിത്രം നോക്കി അതിനുശേഷം നമുക്ക് സിയും ഡിയും അടയാളപ്പെടുത്തണം. ഇവിടെ നിന്നും പോയിൻ്റ് ക്ലിക്ക് ചെയ്തു. നമുക്കിവിടെ സി എന്ന് മാർക്ക് ചെയ്യാം, ഇവിടെ ഡി എന്നും മാർക്ക് ചെയ്യാം. ക്ലിക്ക് ചെയ്താൽ മതി. ഇനി അടുത്തത് ചിത്രത്തിലേതുപോലെ ബിന്ദുക്കൾ കൂട്ടി യോജിപ്പിച്ച് വരകൾ വരയ്ക്കുക. അപ്പം നമുക്ക് ഇങ്ങനെ വരകൾ ഇതിനോട് കൂടി ചേർത്ത് വരയ്ക്കണം. എങ്ങനെയൊക്കെ വരകൾ വരയ്ക്കാം? വരകൾ വരയ്ക്കാനായി നമുക്ക് ഇവിടെ നിന്നും മൂന്നാമത്തെ ടൂൾ ബോക്സിൽ നിന്നും സെഗ്മെൻറ്റ് ക്ലിക്ക് ചെയ്യാം. സെഗ്മെൻറ്റ് ക്ലിക്ക് ചെയ്തതിനു ശേഷം നമുക്ക് എന്ത് ചെയ്യാം? വരകൾ കൂട്ടി യോജിപ്പിക്കാം. സിയിൽ നിന്നും ഡിയിലേക്ക് വരച്ചു, ഡിയിൽ നിന്നും ബിയിലേക്ക് വരച്ചു, അതുപോലെ സിയിൽ നിന്നും എയിലേക്ക് വരച്ചു, എയിൽ നിന്ന് ബിയിലേക്ക് വരച്ചു. ഇപ്പോൾ ചിത്രത്തിൽ കാണുന്നത് പോലെ ഉള്ള വരകളെല്ലാം പൂർത്തിയായി. ഇനി നാം കാണുന്നത് കേന്ദ്രത്തിലെ കോണളവ് കാണുക എന്നുള്ളതാണ്. ഈ ചിത്രം നമുക്കെല്ലാം അറിയാവുന്ന പോലെ തന്നെ 10ാം ക്ലാസ്സിലെ പാഠഭാഗവുമായി ബന്ധപ്പെട്ടതാണ്. ഇത് ചാപമാണ്, ഇത് മറുചാപമാണ്. ചാപം കേന്ദ്രത്തിലുണ്ടാക്കുന്ന കോണും അതേ ചാപം അതിൻ്റെ മറുചാപത്തിലുണ്ടാക്കുന്ന കോണും തമ്മിലുള്ള ബന്ധമാണ് ഇവിടെ വിവരിക്കുന്നത്. അതെന്താണെന്ന് നമുക്ക് ഇവിടെ ഒന്ന് നോക്കാം. ഇതൊരു കേന്ദ്ര കോണുണ്ട്, മറുചാപത്തിലുള്ളൊരു കോണുണ്ട്. ഇവ തമ്മിലുള്ള ബന്ധമാണ്. ആ ബന്ധങ്ങളൊന്നും നമ്മൾ പഠിക്കണമെന്നില്ല. നമ്മൾ ജസ്റ്റ് എന്ത് ചെയ്താൽ മതി? അതിലെ അടുത്ത സൂചന നോക്കുക. അടുത്ത സൂചന നോക്കുക. കേന്ദ്രത്തിലെ കോണളവ് കാണുക. നമുക്ക് കേന്ദ്രത്തിലെ കോണളവ് കാണാം. കേന്ദ്രത്തിലെ കോണളവ് എന്ന് പറയുന്നത് കോൺ CAB എന്നാണ്. സി നമുക്ക് ഇവിടുന്ന് കാണാനില്ലെങ്കിൽ മൂട്ടൂൾ ഉപയോഗിച്ച് ആ സി എന്നതിനെ നമുക്കൊന്നും ഇങ്ങോട്ട് മാറ്റി വയ്ക്കാം. കണ്ടോ? സീനെ അങ്ങോട്ട് മാറ്റി വെച്ചു. അതിനായി CAB എന്ന് പറയുന്ന കോണാണ് നമുക്ക് കണക്കാക്കേണ്ടത്. ഈ കോൺ എത്രയെന്ന് നമുക്ക് കണ്ടെത്തണം. അതിനായി ഈ കോൺ അളക്കണം. ഈ കോൺ അളക്കണമെങ്കിൽ നാം ആംഗിൾ ടൂളിൽ ക്ലിക്ക് ചെയ്തതിന് ശേഷം CAB എന്ന ക്രമത്തിൽ ക്ലിക്ക് ചെയ്യുക. ക്രമം ശ്രദ്ധിക്കുക. CAB എന്ന ക്രമത്തിലാണ്. അപ്പോൾ നമുക്ക് ഇവിടെ കോൺ ലഭിച്ചു. 80.24 എന്നാണ്. 80.24. ഇത് നമുക്ക് വേണമെങ്കിൽ ഒരു മൂട്ടൂൾ ഉപയോഗിച്ച് നമുക്കിതിനെ ഇങ്ങോട്ട് മാറ്റി വയ്ക്കാം. ഇവിടെ ഇരുന്നോട്ടെ, കാണാൻ എളുപ്പത്തിന് വേണ്ടി മാറ്റി വെച്ചു. ഇനി നമുക്ക് വേണ്ടത് ഈ കോൺ എത്രയാണെന്ന് കണ്ടുക. നോക്കൂ, അടുത്ത എന്തായിരുന്നു? കോൺ BDC കാണുക എന്നാണ്. ഏതാ കോൺ BDC? ഇതാ BDC എന്ന് പറഞ്ഞാൽ ഈ കോൺ നമുക്ക് കാണണം അല്ലേ? ഈ കോൺ കാണണമെങ്കിൽ ഈ കോൺ മാർക്ക് ചെയ്യണം. നമ്മൾ വീണ്ടും പോയി ആംഗിൾ ടൂൾ ക്ലിക്ക് ചെയ്തു. CDB ക്ലിക്ക് ചെയ്യുന്നു. അതിനെ മൂട്ടൂൾ ഉപയോഗിച്ച് നമ്മൾ അല്പം മാറ്റി വയ്ക്കും. നമ്മൾ കാണാൻ വേണ്ടി സൗകര്യത്തിൽ നമ്മൾ ഇങ്ങോട്ട് മാറ്റി വയ്ക്കും അല്ലേ? ഇപ്പോൾ നോക്കൂ, ഇത് കേന്ദ്രകോണാണ് 80.24. ഇത് മറുചാപത്തിലെ കോണാണ് 40.12. ഈ രണ്ട് കോണുകൾ തമ്മിലൊരു ബന്ധമുണ്ടല്ലോ.
കേന്ദ്ര കോണിൻ്റെ പകുതിയായിരിക്കും മറുചാപത്തിലെ കോൺ. അത് 10ാം ക്ലാസ്സിൽ നാം പഠിക്കുന്നതാണ്. നമുക്കിപ്പോൾ അതിൻ്റെ ആവശ്യമില്ല. നമുക്ക് ഇത് രണ്ടും അടയാളപ്പെടുത്തുക. അതിനുശേഷം ഇത് നമുക്ക് എങ്ങനെ 10ാം ക്ലാസ്സിൽ ഉപയോഗിക്കാം? ഞാൻ ഇതിനെ മൂവ് ടൂൾ ഉപയോഗിച്ച് ജസ്റ്റ് ഒന്ന് മാറ്റുന്നു. കണ്ടോ? ഇപ്പോൾ നോക്കൂ, ഇത് 102.26, അതിൻ്റെ പകുതിയായിരിക്കും 51.13. നമുക്കിത് ക്ലാസ്സിൽ ചെയ്തതിന് ശേഷം കുട്ടികളോട് ഇതിൻ്റെ സാധ്യത പ്രയോജനപ്പെടുത്താൻ പറയാം. ഈ കോൺ എത്ര തന്നെ മാറ്റിയാലും അതിൻ്റെ പകുതിയായിരിക്കും ഇത്, അല്ലെങ്കിൽ ഇതിൻ്റെ ഇരട്ടിയായിരിക്കും ഇത്. അപ്പോൾ വിവിധ കോണുകൾ മാറ്റി നമുക്ക് കുട്ടികളെ കാണിക്കാം. കുട്ടികളോട് പറയാം, ഈ കോണുകളൊന്ന് മാറ്റി നോക്കൂ, ഇവ തമ്മിലുള്ള ബന്ധം നിരീക്ഷിക്കുക. അപ്പോൾ ആ ബന്ധം നമുക്ക് കാണാൻ സാധിക്കും. ഇതാണ് എഡ്യൂക്കേഷണൽ സോഫ്റ്റ്വെയർ കൊണ്ടുള്ള ഉപയോഗം. ഇതുപയോഗിച്ചാണ് കുട്ടികളെ ഇങ്ങനെയാണ് പഠിപ്പിക്കുന്നത്. ഇത് ബോർഡിലാണെങ്കിൽ നമ്മൾ പല പ്രാവശ്യവും വരഞ്ഞ് നമുക്കത് ഓരോ പ്രാവശ്യവും അളക്കേണ്ടതായ ആവശ്യം വരും. ഇവിടെ നമുക്ക് ഒറ്റ പ്രാവശ്യം വരഞ്ഞ് നമുക്ക് കോൺ അളവുകളെ മാറ്റി കുട്ടികളിൽ നിന്ന് തന്നെ ഈ അഭിപ്രായം നമുക്ക് ശേഖരിക്കാവുന്നതാണ്. ഇവ തമ്മിലുള്ള ബന്ധം എന്താണെന്ന് നമുക്ക് കുട്ടികളിൽ നിന്ന് ശേഖരിക്കാവുന്നതാണ്. ഇത്തരം എഡ്യൂക്കേഷൻ സോഫ്റ്റ്വെയർ നിങ്ങൾ ധാരാളമായി പരിചയപ്പെടണം, കുട്ടികൾക്ക് ഉപയോഗപ്പെടുത്തണം. ഇനി നമ്മൾ ചെയ്യേണ്ടതാണ്, ചോദ്യത്തിൻ്റെ അടുത്ത ഭാഗത്തിലേക്ക് പോയാൽ രജിസ്റ്റർ നമ്പർ _ആംഗിൾ എന്ന പേരിൽ ഹോമിലുള്ള നിങ്ങളുടെ ഫോൾഡറിൽ സേവ് ചെയ്യുക എന്നാണ്. രജിസ്റ്റർ നമ്പർ _ആംഗിൾ എന്ന പേരിൽ. അപ്പോൾ നമ്മൾ ഇതിനെ സേവ് ചെയ്യാൻ പോവുകയാണ്. സേവ് ചെയ്യുമ്പോൾ ഫയല്, സേവ്, രജിസ്റ്റർ നമ്പർ 75007 അറിയാലോ, ഷിഫ്റ്റ് -. അതിനുശേഷം ഇതിൽ പറഞ്ഞിരിക്കുന്ന പേര് തന്നെ കൊടുക്കാം. രജിസ്റ്റർ നമ്പർ അടിച്ചു, _ അടിച്ചു, അതിനുശേഷം ആംഗിൾ എന്നാണ് കൊടുക്കേണ്ടത്. ആംഗിൾ, ANGLE, ആംഗിൾ എന്ന പേരിൽ. എവിടെ സേവ് ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്? ഇപ്പോൾ സേവ് ചെയ്താൽ നിങ്ങളുടെ ഹോമിൽ 7500 കൂൾ പ്രോഡക്റ്റ് ഹോമിലുണ്ട്. ഇതാണ് ഹോം. ഈ ഹോമിലുള്ള ഈ ഫോൾഡർ തുറന്ന് ആ ഫോൾഡറിനുള്ളിൽ ഈ പേരിൽ എന്ത് ചെയ്യുക? അതിനെ സേവ് ചെയ്യുക. ഞാനിതിനെ പറഞ്ഞ പോലെ തന്നെ ക്യാപ്സ് ലോക്ക് അല്ല, ANGLE എന്ന് സേവ് ചെയ്യുന്നു. ഇപ്രകാരം നമുക്ക് ഈ പ്രാക്ടിക്കൽ പൂർത്തിയാക്കാൻ സാധിക്കും. നമുക്ക് ആവശ്യമുള്ള എല്ലാ പ്രവർത്തനങ്ങളും ചെയ്തു കഴിഞ്ഞു. ഇതിൻ്റേതായിട്ടുള്ള ഫുൾ മാർക്ക് നിങ്ങൾക്ക് ലഭിക്കുന്നതും ആണ്. ഈ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുന്നു. ഇത്തരം ഉപകാരപ്രദമായ വീഡിയോകളുമായി നാളെ രാത്രി 9:30 വീണ്ടും കാണാം. ആ വീഡിയോ ലഭിക്കുന്നതിനായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, അതുപോലെ തന്നെ കൂട്ടുകാർക്ക് ഷെയർ ചെയ്യുക.